അതുകൊണ്ടായിരിക്കാം പൂഞ്ഞാർ രാജാവ് സ്നേഹത്തിന്റെ പാലം എന്ന ജനങ്ങളുടെ വകയായി 25,000 രൂപ അടയ്ക്കണമെന്ന് ആവശ്യം. 3 കരകളിലേക്ക് കിടന്നിരുന്ന ഈരാറ്റുപേട്ടയെ ഒന്നാക്കിയ 2 പാലങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ട വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ വാർത്തയ്ക്ക് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കാണികൾ ഉണ്ടായിട്ടുണ്ട്. വലിയ പ്രതികരണങ്ങളും ആ വാർത്തയിൽ ഉണ്ടായിരുന്നു. ആ വാർത്തയിൽ വിട്ടുപോയ ചില സംഭവങ്ങൾ കൂടി ഉണ്ട് എന്നാണ് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ ചരിത്രകാരനായ ജാഫർ സാറ് നമ്മളെ വിളിച്ചറിയിച്ചത്. എന്താണെന്ന് നമുക്കത് കേൾക്കാം. നമസ്കാരം. ആദ്യമായിട്ട് ജാഫർ സാറാണ് വിളിച്ചിങ്ങനെ സംഭവം പറഞ്ഞത്. അപ്പം അത് ഇങ്ങനെ പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു. എന്തായിരുന്നു അതിന്റെ ശരിക്കുള്ള സംഭവം? എന്തായിരുന്നു? ഈരാറ്റുപേട്ട പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തുടർച്ച നിരവധി സമരങ്ങളെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഈരാറ്റുപേട്ട പാലം നമുക്ക് ലഭ്യമായത്. ബഹുമാന്യനായ MLA, അന്നത്തെ MLA, പൂഞ്ഞാറിൽ നിന്നും വിജയിച്ചു വന്ന MLA AJ ജോൺ മുഖ്യമന്ത്രിയാവുകയും അദ്ദേഹം ആണ് ഈ 2 പാലം ഈരാറ്റുപേട്ടയ്ക്ക് അനുവദിച്ചത്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചും മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹം നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നു ഈരാറ്റുപേട്ടയിലെ 2 പാലങ്ങൾ. യഥാർത്ഥത്തിൽ അന്ന് AJ ജോണിന്റെ മന്ത്രിസഭ തീരുമാനിച്ചത് ഈരാറ്റുപേട്ടയിൽ 1 പാലം എന്നുള്ളതായിരുന്നു. അത് നമ്മുടെ വടക്കേക്കരയിൽ നിന്നും തെക്കേക്കരയിലേക്ക് പോകുന്ന ഒരു പാലം അതായിരുന്നു. പക്ഷെ അന്ന് ജനങ്ങളുടെ ആവശ്യം അതായിരുന്നില്ല. കിഴക്കേക്കരയും വടക്കേക്കരയും തെക്കേക്കരയും ബന്ധിക്കുന്ന 2 പാലം വേണമെന്നുള്ളതായിരുന്നു. അതിനു മുമ്പ് തന്നെ ഈരാറ്റുപേട്ടയിലെ പൗരപ്രമുഖനും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങുന്ന വ്യക്തിയുമായിരുന്ന വായ്പൂരം പറമ്പിൽ PS ഹസൻ സാഹിബ്, അദ്ദേഹം തിരുവിതാംകൂർ പ്രജാസമിതിയിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമര നടപടികൾ ഉണ്ടായതിനെ തുടർന്നാണ് ഈരാറ്റുപേട്ടയിൽ 2 പാലത്തിനുള്ള പെർമിഷൻ കിട്ടുന്നത്. അതുകൂടാതെ തന്നെ ഈ ഈരാറ്റുപേട്ട പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുയോഗം വിളിച്ചു ചേർത്തിരുന്നു. നമ്മുടെ ബഹുമാന്യനായ MLA, അന്നത്തെ MLA AJ ജോൺ ഒരു പൊതുയോഗം വിളിച്ചു ചേർക്കുകയും ജനങ്ങളുടെ വിഹിതമായി 25,000 രൂപ സർക്കാരിലേക്ക് അടയ്ക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതിന് PS ഹസൻ സാഹിബിന്റെ നേതൃത്വത്തിൽ നാട്ടിൽ നിന്ന് പണം കളക്ട് ചെയ്ത് അടയ്ക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും 2 പാലം വേണം എന്ന ആവശ്യത്തിൽ ജനങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് നിരന്തര സമരത്തെ തുടർന്ന് പൂഞ്ഞാർ രാജാവിന്റെ അടുത്തും ചെന്ന് ഈരാറ്റുപേട്ടയിലെ പൗരപ്രമുഖരൊക്കെ നിവേദനങ്ങൾ സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ തിരുവിതാംകൂറും പൂഞ്ഞാർ രാജാവും തമ്മിലുള്ള ബന്ധവും തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് പൂഞ്ഞാറിലേക്ക് വരുന്ന ആൾക്കാർക്ക് എത്തിപ്പെടാനും വർഷകാലത്ത് മീനച്ചിലാറ്റിലെ ജലം ഉയരുന്ന സമയത്ത് എപ്പോഴും തടസ്സമായിരുന്നു. അതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ ഒരു പാലം വേണമെന്നുള്ളത് പൂഞ്ഞാറിന്റെയും ആവശ്യമായിരുന്നു. മറ്റ് മലയോര മേഖലയുടെ ഒക്കെ വികസനത്തിന് അവിടുത്തെ വാണിജ്യം ഒക്കെ നന്നായി പോകുന്നതിന് ഈ പാലം വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് പൂഞ്ഞാർ രാജാവ് ഇടപെടുകയും ഈ ഈരാറ്റുപേട്ട പാലത്തിന് വേണ്ടി വലിയൊരു തുക സംഭാവന ചെയ്യുകയുമാണ് ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ അതിന്റെ ചരിത്രം അല്പം കൂടി പുറകോട്ട് പോകുന്നത് നന്നായിരിക്കും. 1936 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ പൗത്രി ജയന്തി തമ്പുരാട്ടിയെ വിവാഹം കഴിച്ചത് പൂഞ്ഞാർ കേണൽ ഗോദവർമ്മ രാജയുടെ ഇളയ സഹോദരൻ രാമവർമ്മ രാജയായിരുന്നു. ഏതാണ്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജയന്തി തമ്പുരാട്ടി ദിവംഗതയായി. പൂഞ്ഞാർ കൊട്ടാരത്തെയും പൂഞ്ഞാറിനെയും ഒക്കെ വളരെ സങ്കടത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു അത്. ഏതായാലും അതങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വർഷങ്ങൾ കഴിഞ്ഞു. അപ്പോഴാണ് ഒരിക്കൽ ഈരാറ്റുപേട്ട പാലവുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ചയ്ക്ക് വരികയും പൂഞ്ഞാറ്റിൽ ഈരാറ്റുപേട്ടയിലെ പൗരപ്രമുഖരുടെ നേതൃത്വത്തിൽ നിവേദനം നൽകുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഈ ജയന്തി തമ്പുരാട്ടിയുടെ ഭർത്താവ് രാമവർമ്മ രാജ പാലം പണിക്ക് ആവശ്യമായ ഫണ്ട്, അതായത് സർക്കാർ അനുവദിച്ച ഫണ്ടിന് കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കാം, 2ാമത്തെ പാലത്തിന് ആവശ്യമായ ഫണ്ട് അനുവദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ആവശ്യമായ ഫണ്ട് അവരുടെ രേഖപ്രകാരം 16 ലക്ഷം രൂപ എന്ന് കാണുന്നുണ്ട് ചരിത്ര രേഖയിൽ. 16 ലക്ഷം രൂപ രാമവർമ്മ രാജ സർക്കാരിലേക്ക് നൽകുകയും ചെയ്തു. ഇത് ഈ ജയന്തി തമ്പുരാട്ടിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് അവർ ആ തുക നൽകിയത്.
രാമവർമ്മ രാജയുടെ മകനും ശ്രീമൂലം തിരുനാളിന്റെ പൗത്രനുമായ വേലായുധൻ തമ്പിയാണ് ഈ ചെക്കിൽ ഒപ്പിട്ടത്. അദ്ദേഹത്തിന്റെ പിതാവാണ് ചെക്ക് കൈമാറിയത്. അങ്ങനെയാണ് ഈ രണ്ട് പാലം എന്ന അവസ്ഥയിലേക്ക് ഈരാറ്റുപേട്ട എത്തിച്ചേർന്നതും ആ പാലത്തിന് സ്നേഹത്തിന്റെ പാലം എന്ന് കുഞ്ഞാർ തമ്പുരാൻ പേര് നൽകുകയും ചെയ്തു. ഇങ്ങനെ ഒരു ചരിത്രം കൂടി ഈരാറ്റുപേട്ട പാലവുമായി ബന്ധപ്പെട്ടുണ്ട്. ഈ രണ്ട് പാലം വന്നതോടുകൂടിയാണ് ഈരാറ്റുപേട്ടയുടെ സമഗ്ര വികസനം, അതോടൊപ്പം തന്നെ മലയോര പ്രദേശവും വാഗമൺ, തലനാട്, തീക്കോയ്, പൂഞ്ഞാറിന്റെ വിവിധ പ്രദേശങ്ങളടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹന യാത്രാ സൗകര്യം ഒക്കെ ഉണ്ടായത് ഈ പാലം വന്നതിന് ശേഷമാണ്. ഈരാറ്റുപേട്ടയുടെ ഈ രണ്ട് പാലത്തിനും പൂഞ്ഞാർ കൊട്ടാരത്തിന്റെ നല്ല മികച്ച കയ്യൊപ്പോടുകൂടി തന്നെയാണ് ഈ പാലം വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം പൂഞ്ഞാർ രാജാവ് സ്നേഹത്തിന്റെ പാലം എന്ന ഈരാറ്റുപേട്ടയുമായുള്ള ആ ബന്ധവും പൂഞ്ഞാർ രാജകുടുംബം ഈരാറ്റുപേട്ടയുമായുള്ള ബന്ധത്തിന്റെ ഓർമ്മയും കൂടി കൊടുക്കുന്ന ഒരു അവസരത്തിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ഏതാണ്ട് 70 വർഷം പൂർത്തിയായിരിക്കുന്നു ഈ പാലത്തിലൂടെ വാഹന ഗതാഗതം ആരംഭിച്ചിട്ട്. ഈ പാലത്തിന് ഈരാറ്റുപേട്ടയിലെ ജനങ്ങളുടെ വകയായി 25,000 രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ആ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി PSN സാഹിബാണ് നേതൃത്വം നൽകിയത്. അതിന് ഈരാറ്റുപേട്ടയിൽ തന്നെ വെള്ളുക്കുന്നൽ കുരുള ജോസഫ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം പാലം പണി ത്വരിതപ്പെടുത്തുന്നതിന്, സ്പീഡാക്കുന്നതിന് അവിടെ നേരിട്ട് നിന്ന് പണി സ്പീഡാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ് അദ്ദേഹം. അതിൽ 5,000 രൂപ സംഭാവന കൊടുത്തതായും പറയുന്നുണ്ട്. മറ്റൊരു കുടുംബം 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ബാക്കി തുകയാണ് ഈരാറ്റുപേട്ടയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 1,000, 500, 100 ഒക്കെ ആയിട്ട് കണ്ടെത്തി കൊടുത്തത്. ഇങ്ങനെയാണ് ആ പാലം പണി പൂർത്തിയായിട്ടുള്ളത്. പാലത്തെ കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ അന്ന് ഈ പ്രദേശത്തുണ്ടായിരുന്ന ഏറ്റവും മനോഹരമായ, അന്ന് 1950 കാലഘട്ടം നമുക്കറിയാം, അന്ന് ഏറ്റവും മനോഹരമായ ഒരു പാലമായിരുന്നു അത്. ഏതാണ്ട് 48 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 12 മീറ്റർ ഉയരത്തിലുമാണ് 4 പില്ലറുകളുള്ള ആ പാലം പണിതിരിക്കുന്നത്. അന്നത് വലിയ അത്ഭുതമായിരുന്നു. 2 പില്ലറാണ് പുഴയിലുള്ളത്, 2 പില്ലർ കരിങ്കൽ പില്ലറുകൾ പുഴയുടെ ഇരു സൈഡുകളിലും. അങ്ങനെ 4 പില്ലറോടുകൂടി 3 സ്ലാബ് പണിതുകൊണ്ടാണ് ആ പാലം പണിതിരിക്കുന്നത്. അക്കാലത്ത് അതൊക്കെ ഒരു വലിയ അത്ഭുതമായിരുന്നു. ഇന്ന് ഏതാണ്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ആ പാലത്തിനോ പാലത്തിന്റെ പില്ലറുകൾക്കോ യാതൊരു കേടുപാടുമില്ലാതെ വളരെ സുഗമമായി ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനേന യാത്ര ചെയ്യുന്നു. നിരവധി ഉരുൾപൊട്ടലുകളെയും വലിയ വെള്ളപ്പൊക്കത്തെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈരാറ്റുപേട്ടയുടെ അന്തസ്സിന്റെ പ്രതീകമായ ആ രണ്ട് പാലങ്ങളും നിലകൊള്ളുന്നത്.